to the online class of Federal College, Attingal, English, 10th standard. Today we are going to study the second lesson in your course book. The lesson is the snake and the mirror. The snake and the mirror. What is the lesson today we are going to study? നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരേതാണ്? The snake and the mirror. Snake, മൂർഖൻ, പാമ്പ്. ആൻഡ് ദ മിറർ, കണ്ണാടി. നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടിക്കാണ് നമ്മൾ മിറർ എന്ന് പറയുക. ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. ദിസ് ഷോർട്ട് സ്റ്റോറി author is വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ is the author of the short story The Snake and the Mirror. He is a celebrated Malayalam writer, very familiar to you. He is also known as ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീർ മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. He was a humorist, a freedom fighter, novelist and short story writer hailing from Kerala. കേരളത്തിൽ നിന്നുള്ള ഒരു ഹ്യൂമറിസ്റ്റ്, വളരെ ഹ്യൂമറായി കാര്യങ്ങൾ എഴുതുന്ന ഒരു ഫ്രീഡം ഫൈറ്റർ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും അതോടൊപ്പം തന്നെ നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ് അത് വൈക്കം മുഹമ്മദ് ബഷീർ. His style is down to earth style of writing. That means he was a lover of nature. പ്രകൃതി സ്നേഹിയാണ്. ഭൂമിയുടെ ലാപ്പിലിരുന്നു കൊണ്ട് ഭൂമിയെ സംബന്ധിക്കുന്ന, ഭൂമിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന കഥകളാണ് അദ്ദേഹം എഴുതാറ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് ആർ, വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ മലയാളത്തിലൊക്കെ പഠിക്കാറുണ്ട്. ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പിന്നെ വളരെ പ്രസിദ്ധമായ ഒന്നാണ് പാത്തുമ്മയുടെ ആട്, പിന്നെ സിനിമയായിട്ട് വന്നതാണ് മതിലുകൾ, ആൻഡ് ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു, ജന്മദിനം, അനർഘനിമിഷം, ഇങ്ങനെ ധാരാളം ചെറുകഥകളും നോവലുകളും എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. He was awarded പത്മശ്രീ, a very high honorable president of India. ഇന്ത്യയിലെ ഒരു ഉയർന്ന ഓണറാണ് പത്മശ്രീ. അദ്ദേഹത്തിന് 1982 ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി എ ഷോർട്ട് സ്റ്റോറി ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ ഹെയിലിംഗ് ഫ്രം കേരള. നമ്മുടെ നാട്ടുകാരൻ്റെ, മലയാളിയുടെ ഒരു കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പാഠത്തിൻ്റെ പേര് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഇറ്റ് ഈസ് ദ സ്റ്റോറി അബൌട്ട് the lonely life of a doctor
This is the story of a lonely life, solitary life. ഒരു ഏകാന്ത ജീവിതം. That means life without friends, കൂട്ടുകാരും ഇല്ലാത്തൊരു ജീവിതം. And his encounter with an unwelcome guest, തനിക്ക് താല്പര്യമില്ലാത്ത ഒരു ഗസ്റ്റുമായി ഉള്ള തൻ്റെ ഒരു എൻകൗണ്ടർ, ദാറ്റ് മീൻസ് എ ഫൈറ്റ്, കം ഫേസ് ടു ഫേസ്, മുഖാമുഖം എത്തുന്ന, നേരിടുന്ന, ഒരിക്കലും താൻ ഇഷ്ടപ്പെടാത്ത ഒരു ഗസ്റ്റുമായി, അതിഥിയുമായിട്ടുള്ള, വീട്ടിൽ വന്ന് കയറുന്ന ആളാണ് അതിഥിയുമായിട്ടുള്ള ഒരു എൻകൗണ്ടറാണ് ഈ കഥയുടെ പശ്ചാത്തലം. What is the story about? The story is about the lonely life of a doctor who encounters an unwelcome guest. Let's start the lesson. Here we see a doctor. നേരത്തെ പറഞ്ഞു ഒരു ഡോക്ടർ കഥയാണ്. ഡോക്ടറുടെ ഒരു ലോൺലി ലൈഫ്, ഏകാന്ത ജീവിതമാണ്. ദാറ്റ് മീൻസ് ഹീ ഈസ് ലിവിങ് എലോൺ. ഹി ഹാസ് നോ ഫ്രണ്ട്സ് ദെയർ, കൂട്ടുകാരില്ല. നോ ഫാമിലി വിത്ത് ഹിം, കൂടെ കുടുംബാംഗങ്ങളില്ല. അപ്പം അങ്ങനെ ഏകാന്തികയായി നിൽക്കുന്ന ഒരു ഡോക്ടറാണ് ഈ കഥയിലെ നായകൻ. അദ്ദേഹം ഡോക്ടറെന്ന് പറഞ്ഞു. ഏതുതരം ഡോക്ടറാണ്? ഡോക്ടർ പല രീതിയിലുള്ള ഡോക്ടർമാരുണ്ട്, പല വിഷയങ്ങളെടുത്ത് പഠിക്കുന്ന ഡോക്ടർമാരുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. ഇദ്ദേഹം ഹോമിയോപ്പത്ത്. he treats illness using homeopathic methods. ഹോമിയോപ്പതിക് മെത്തേഡ്സിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാരെയാണ് നമ്മളെന്ന് പറയുന്നത് ഹോമിയോപ്പത്ത് നമ്മൾ പറയാറ്. ഇതൊരു ഹോമിയോപ്പത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കഥയിലെ ഡോക്ടർ. ഹീ ഈസ് ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി. ഈ സംഭവം വിവരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹി ആസ്ക്സ് എ ക്വസ്റ്റ്യൻ ടു യു. ആദ്യമായി അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എ ഫുൾ ബ്ലഡഡ് കോബ്ര, എ സ്ട്രോങ് വിഗറസ് കോബ്ര, നല്ല ആരോഗ്യമുള്ള, നല്ല മുറ്റിയ ഒരു മൂർഖൻ, ഹാസ് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ്, അത് സ്വയം നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും കോയിൽ ചെയ്തിട്ടുണ്ടോ, റൗണ്ട് ചെയ്തിട്ടുണ്ടോ, ചുറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ ഒരു മൂർഖം പാമ്പ്, ഒരു ശക്തനായ മൂർഖം പാമ്പ് എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ചുറ്റിയിട്ടുണ്ടോ? ഇറ്റ് ഈസ് അൻ എസ് ആർ നോ ക്വസ്റ്റ്യൻ. ഒരു യെസ് എന്നോ നോ എന്നോ പറയേണ്ട ചോദ്യമാണ്. കാരണം ഓക്സിലറി വെർബിലാണ് ആ ക്വസ്റ്റ്യൻ തുടങ്ങിയിരിക്കുന്നത്. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? The listeners, the audience fell silent. The people who heard this question sat silent. ഈ ചോദ്യം കേട്ട ആളുകൾ നിശബ്ദരായിരുന്നു. കാരണം they could not say yes. അവർക്ക് യെസ് എന്ന് പറയാനായിട്ട് കഴിയില്ല. കാരണം അതിനെക്കുറിച്ച് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു തിങ്ക് ഓഫ്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണിത്. അതുകൊണ്ട് ആരും മറുപടി പറഞ്ഞില്ല.
All of us fell silent. No one asked, no one answered. ആരും മറുപടി പറഞ്ഞു. No one replied. ഈ ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല. From where this question come from? ഈ ചോദ്യം എവിടെ നിന്നാണ് വന്നത്? The question came from a homeopath. ഞാൻ നേരത്തെ പറഞ്ഞു, a doctor who treats patients in homeopathic methods is called homeopath. അങ്ങനെ ഒരു ഹോമിയോ ഡോക്ടറാണ് ഈ ചോദ്യം മുന്നോട്ട് വെച്ചത്. Who put forward this question? A homeopath. What was the question? Has a snake ever coiled itself round any part of your body? ഈ ചോദ്യം വരാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ്? They were discussing about snakes, including the homeopath. ഹോമിയോപ്പത്തും അദ്ദേഹത്തിൻ്റെ ചില ഫ്രണ്ട്സും കൂടെ ഇരുന്ന് പാമ്പുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് the speaker, the homeopath, asked this question. But who is the speaker in this story? A homeopath is the speaker in the story. What were they doing at that time? They were discussing snakes. അവർ പാമ്പുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We listened attentively as the doctor continued with the tale. T-A-L-E, tale. Tale means story. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. എന്താണ് ആ കഥ? പാമ്പുകളെക്കുറിച്ചൊരു കഥ പറഞ്ഞു. ഇതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കഥാരൂപത്തിൽ കാര്യങ്ങൾ നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ചു. It was a hot summer night about 10 o'clock. The homeopath narrated the incident. The homeopath began to describe the incident. The incident took place on a hot summer night. ഒരു സമ്മർ നൈറ്റിൽ. അതിന് ഹോട്ടാണെന്ന് പറയേണ്ട കാര്യമില്ല. ഏകദേശം ദ ടൈം വാസ് 10 o'clock. 10 മണിയാവും, രാത്രി 10 മണി. I had my meal at the restaurant and returned to my room. Where did he take his meal? He took his meal from a restaurant because he was living alone in the house. താൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് he took food from outside. വെളിയിൽ നിന്നാണ് ആഹാരം കഴിപ്പ്. റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അദ്ദേഹം ആഹാരം കഴിച്ചത്. ആഹാരമൊക്കെ കഴിച്ച് അദ്ദേഹം റിട്ടേൺ ടു ദ റൂം. രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്നു, റൂമിലേക്ക് തിരിച്ചു വന്നു. He heard a noise above as he opened the door. കഥ തുറന്നപ്പോൾ മുകളിലൊരു ശബ്ദം. It was an ordinary sound. ഈ ശബ്ദം സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അതിന് യാതൊരു പ്രാധാന്യവും he did not give any importance to the sound because it was an ordinary sound. Usually he heard. അദ്ദേഹം സാറിന് കേൾക്കാറുള്ള ശബ്ദമാണ്. അതുകൊണ്ട് അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. എന്തായിരിക്കാം? വൺ കുഡ് ഗസ്, നമുക്ക് ഊഹിക്കാം. ആ ശബ്ദം കേട്ടത് റാറ്റ്സ് ഉണ്ടാക്കിയ ശബ്ദമായിരിക്കും. സംടൈംസ് റാറ്റ്സ് were running on the roof. മേൽക്കൂരയിൽ കൂടിയൊക്കെ എലികൾ ഓടുന്ന ശബ്ദമായിരിക്കും. അങ്ങനെയൊക്കെ ധരിക്കാം. കാരണം he often saw rats running through the roof. ആ റൂഫിൽ കൂടി എലികൾ ഓടുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ശബ്ദം കേട്ടപ്പോൾ the sound was very familiar and he thought it would be from the rats. Then what did he do? He took out his box of matches. He took out his match box
and lighted the kerosene lamp on the table. There was a kerosene. Kerosene means മണ്ണെണ്ണ വിളക്ക് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നോ ഇലക്ട്രിസിറ്റി ഇൻ ദ ഹൗസ്. ആ വീട്ടിൽ വൈദ്യുതിയില്ല. അവിടെ മണ്ണെണ്ണ വിളക്കാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ മണ്ണെണ്ണ വിളക്ക് അദ്ദേഹം കത്തിച്ചു വെച്ചു. മണ്ണെണ്ണ വിളക്ക് കത്തിക്കാനുള്ള കാര്യം എന്താണ്? ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. വൈദ്യുതീകരിച്ചിട്ടില്ല. ഇതൊരു സ്മോൾ റെൻറ്റഡ് റൂം, വെരി ലോ റെൻറ്റ്, വളരെ കുറഞ്ഞ വാടകയുള്ള ഒരു റൂമാണ്. അതുകൊണ്ടത് ഇലക്ട്രിഫൈഡ് അല്ല. ഹി ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് ഹിസ് ഏണിംഗ് വാസ് വെരി മീഗർ, വെരി ലോ. ഏണിംഗ് മീൻസ് ഇൻകം. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ അദ്ദേഹത്തിൻ്റെ ചികിത്സയായിട്ട് വരാറുള്ളൂ. പുതിയൊരു തുറന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് വരുമാനം, ഹിസ് ഇൻകം വാസ് വെരി ലോ ഫ്രം ഹിസ് വർക്ക്. തൻ്റെ ഡോക്ടർ എന്ന ജോബിൽ നിന്നും ഈ ഗോട്ട് ഓൺലി എ വെരി ലോ ഇൻകം. അതുകൊണ്ട് വൈ വാസ് ഹി ലിവിങ് ഇൻ എ സ്മോൾ റെൻറ്റഡ് ഹൗസ്? ബിക്കോസ് ഹിസ് ഇൻകം വാസ് വെരി മീഗർ. ഹിസ് ഇൻകം വാസ് വെരി ലോ. വളരെ കുറഞ്ഞ വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. I had about 60 rupees in my suitcase. All my earning. What is my asset there? എൻ്റെ സ്വത്ത് അവിടെ എന്താണെന്ന് ചോദിച്ചാൽ വെറും 60 rupees I kept in my suitcase. എൻ്റെ സൂട്ട് കേസിൽ വെച്ചിരിക്കുന്ന 60 രൂപയാണ് ആകെയുള്ളത് എൻ്റെ സമ്പത്ത്. അതിനോടൊപ്പം ഉണ്ട് along with some shirts and dhotis. I have possessed one solitary black coat which I was then wearing. പിന്നെ ആ പെട്ടിക്കകത്തുള്ളത് എൻ്റെ ഡ്രസ്സാണ്. പിന്നെ ഒരു കോട്ടുണ്ട്, ആകെ ഒരു കോട്ടേ ഉള്ളൂ. സോളിറ്ററി കോട്ട് മീൻസ് എ സിംഗിൾ കോട്ട്. ആ ഓവർ കോട്ടാണ് അദ്ദേഹം ഷർട്ടിൻ്റെ മുകളിൽ കൂടി ഇടാറുള്ളത്. ഡോക്ടറിൽ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടി അദ്ദേഹം ഓവർ കോട്ട് ഇടാറുണ്ട്. I took off my black coat. ആ കോട്ട് ഇട്ടാണ് പുറത്ത് പോയത് ഫുഡ് കഴിക്കാൻ. വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ റൂമിൽ വന്നപ്പോൾ he took off. I took off. The homeopath, with that he took off. Took off means removed. Take off means remove. It is a phrasal verb. I took off my black coat. ആ കോട്ട് ഞാൻ ഊരി. വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദ അപ്പ്. എൻ്റെ ഷർട്ടും ബനിയനൊക്കെ ഊരി അവിടെ തൂക്കിയിട്ടു. 2 ജനലും. ഐ ഓപ്പൺ ദ 2 വിൻഡോസ് ഓഫ് ദ റൂം. ആ റൂമിലുണ്ടായിരുന്ന 2 ജനലും. ഹി ഓപ്പൺ ദ 2 വിൻഡോസ് ഇൻ ദ റൂം. ആ മുറിയിലുള്ള 2 ജനലും അങ്ങ് തുറന്നിട്ടു. ഏലും പുറത്ത് ആ ജനൽ തുറന്നിട്ടാൽ പുറം ലോകം നമുക്ക് കാണാൻ കഴിയും. ഐ ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ് ദ റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. മുകളിലെ റൂഫ്. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീം. ആ മുകൾത്തട്ടിൽ വെള്ളം നോക്കിയാൽ ഓടുപാകിയ മേൽക്കൂര കാണാം. ആ മേൽക്കൂരയിലെ ബീമുകൾ കൂടി, അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന തടികൾ കൂടി ടു ആൻഡ് ഫ്രം, മുന്നോട്ടും പുറകോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എലികൾ പോവുകയും വരികയും ചെയ്യുന്ന അദ്ദേഹത്തിന് സ്ഥിരം കാണാൻ കഴിയും. അങ്ങനെ ഹി വാസ് ലിവിങ് വിത്ത് റാറ്റ്സ് ഇൻ ദ റൂം. ആ മുറിക്കകത്ത് അദ്ദേഹം റാറ്റ്സുമായിട്ടാണ് താമസം. ഏതായാലും ഐ മെയ്ഡ് മൈ ബെറ്റ്. ഐ കറക്റ്റഡ് മൈ ബെറ്റ്. ഞാൻ എൻ്റെ കിടക്കയൊക്കെ വിരിച്ചു. ഹി ലേഡ് ഹിസ് ബെറ്റ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വാൾ. ആ കതവിനോട് ചുവരിനോട് ചേർത്ത്
തനിക്ക് കിടക്കേണ്ട സൗകര്യം ഒരുക്കി. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. കിടന്നു. ഹി ലേ ഓൺ ദ ബെഡ്. കാരണം സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഉറങ്ങാൻ കിടന്നു. ബട്ട് ഹി കുഡ് നോട്ട് സ്ലീപ്പ്. പക്ഷെ ഉറക്കം വന്നില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. വീണ്ടും ചൂടായതുകൊണ്ട് സമ്മർ നൈറ്റാണ്, അതുകൊണ്ട് വീണ്ടും ചാടിക്കൂട്ടി എഴുന്നേറ്റു. പുറത്തു പോയി. ഇത്തിരി കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചാൽ പോയത്. ബട്ട് ദെയർ വാസ് നോ എയർ. വായുവില്ല, വിൻഡില്ല, കാറ്റില്ല, പുറത്ത് കാറ്റൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും തിരിച്ച് ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം. വീണ്ടും മുറിയിലേക്ക് തിരിച്ചു വന്നു. ഐ ഓപ്പൺ ദ ബോക്സ്. ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. കസേരയിലങ്ങിരുന്നു. ഐ ഓപ്പൺഡ് ദ ബോക്സ് ബെനീത്ത് ദ ടേബിൾ. മേശയുടെ അടിയിലുള്ള ഒരു പെട്ടിയെടുത്തു. ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ഒരു പുസ്തകം പുറമേ എടുത്തു. ദ മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകം പുറത്തെടുത്തു. അദ്ദേഹം പുറത്തെടുത്ത പുസ്തകം ഏതാണ്? ദ മെറ്റീരിയ മെഡിക്ക. അദ്ദേഹത്തിൻ്റെ പഠിക്കാനുള്ള പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ജോലിക്ക് സഹായിക്കുന്നൊരു പുസ്തകമാണ്. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. ഞാൻ മേശപ്പുറത്ത് അങ്ങനെ തുറന്നു വെച്ചു. എൻ്റെ അടുത്ത് ആ കെറോസിൻ ആയിലുണ്ട്. അതിനടുത്ത് ഇപ്പുറത്തായിട്ട് ഒരു മിററുണ്ട്, മുഖം നോക്കാനുള്ള കണ്ണാടി. എ സ്മോൾ കോംബ് ലേ ബിസൈഡ് ദ മിറർ. ആ മിററിൻ്റെ അടുത്ത് ഒരു ചെറിയ കോമ്പർസം ചീപ്പ്, തല കോതാനുള്ള ചീപ്പുണ്ട്. അങ്ങനെ ആ പുസ്തകം തുറന്നു. അതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തുള്ള മിറർ, ആ മിററിലേക്ക് താൻ അങ്ങനെ നോക്കി ഇരിക്കുക. You can continue in the next class. We can continue in the next class.